നിങ്ങളൊരു ഐഫോൺ യൂസർ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്ന കാര്യങ്ങൾ 100% നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ പോകുന്ന കാര്യമായിരിക്കും. തീർച്ചയായിട്ടും ഒരു ഐഫോൺ യൂസർ അറിഞ്ഞിരിക്കേണ്ട കാര്യം കൂടാണിത്. അപ്പോൾ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഐഫോണിലുള്ള ഈ ഒരു കോൾ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ. ഇതിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് ആരെ വേണമെങ്കിലും എത്രയും പെട്ടെന്ന് വിളിക്കാൻ പറ്റും. നമ്മൾ വിളിച്ച റീസെന്റ് കോളുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഓപ്ഷനിലായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ ആപ്പിനകത്ത് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ലിസ്റ്റ് ചെയ്ത് വരുന്ന ആ ഒരു കോളിനകത്ത് നമ്മൾ വിളിക്കുന്ന നോർമൽ കോളുകൾ മാത്രമല്ലാതെ നമ്മൾ വാട്സപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ ഇപ്പോൾ ഫേസ്ബുക്കിലോ IMOയിലോ എവിടെയെങ്കിലുമൊക്കെ വീഡിയോ കോളോ അല്ലെങ്കിൽ നോർമൽ കോളോ എന്ത് കോള് വിളിച്ചു കഴിഞ്ഞാലും ഇതിന്റെ എല്ലാം ഹിസ്റ്ററി ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വന്ന് കിടക്കും. ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയൊരു ഇഷ്യൂ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ ആരെ വിളിച്ചാലും ഈ ഫ്രണ്ട് വന്ന് കിടക്കുന്നത് കുറച്ച് പ്രശ്നമുള്ള പരിപാടിയല്ലേ. ഈ ഒരു സംഭവം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഹൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വാട്സപ്പിന്റെ കോളാണ് വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. നേരെ വാട്സപ്പിലേക്ക് പോവുക. വാട്സപ്പിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോയാൽ വാട്സപ്പിന്റെ ഈ ഒരു ആപ്പ് ലോക്ക് എന്നുള്ള ഓപ്ഷൻ ഒന്ന് നിങ്ങൾ ആദ്യം ഡിസേബിൾ ചെയ്യണം. ശേഷം നിങ്ങൾ നേരെ നിങ്ങളുടെ വാട്സപ്പിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫേസ് ഐഡി വെച്ചിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഓപ്ഷന് നിങ്ങൾ ജസ്റ്റ് റിക്കേർഡ് ഫേസ് ഐഡി കൊടുക്കുക. നിങ്ങളുടെ ഫേസ് ഐഡി വെച്ചിട്ട് ഈ സംഭവം ഒന്ന് ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതാ ഈ ഒരു ആപ്ലിക്കേഷൻ ഓൺ ആക്കി നോക്കിയാൽ നമ്മുടെ ഈ ഫോൺ ആപ്ലിക്കേഷൻ ഓൺ ആക്കി നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു കോളിന്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് ഈ ഒരു ചാറ്റ് ലിസ്റ്റിൽ കാണാൻ വേണ്ടി സാധിക്കത്തില്ല. ഈ ഒരു ലിസ്റ്റിൽ നിന്ന് അത് വാനിഷ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും എല്ലാം ഇതേപോലെ സെയിം പ്രസ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ഫേസ് ഐഡി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഈ ഒരു ഹിസ്റ്ററീസ് മൊത്തം ഈ ഒരു ഫോൺ ആപ്പിൽ വന്ന് കിടക്കുന്നത് തീർച്ചയായിട്ടും ഫുൾ ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. സംഭവം വന്നേക്കുന്നത് ഇപ്പോൾ iOS 18 മാത്രമാണ്. iOS 18 പുതിയൊരു ഫീച്ചർ ആയിട്ട് അല്ലെങ്കിൽ പുതിയൊരു അപ്ഡേറ്റിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ iOS 18 അപ്ഡേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഒരു ഓപ്ഷൻ ലഭിക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലെ. ബസ്സിലോ കാറിലോ ഒക്കെ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആർക്കെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റീൽസ് നോക്കുന്നുണ്ടായിരിക്കും, വീഡിയോസ് നോക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു സമയത്ത് പലർക്കും അനുഭവപ്പെടുന്ന കാര്യമാണ്, ഒന്നെങ്കിൽ ഫോൺ നോക്കുന്ന സമയത്ത് തലവേദന വരും, ഇല്ലെങ്കിൽ പിന്നെ വൊമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഈ വരുന്ന സംഭവത്തിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഐഫോണിനകത്ത് തന്നെ ഒരു പ്രത്യേക സെറ്റിംഗ്സ് ഉണ്ട്. ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സെറ്റിംഗ്സിലേക്ക് പോവുക. ഇതിനകത്ത് അക്സസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മോഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. മോഷനകത്ത് ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഇത് നിങ്ങളൊന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സ്ക്രീനിന് ചുറ്റുമായിട്ട് ഓരോ ഡോട്ടുകൾ വന്നായിട്ട് അല്ലെ. നമ്മളിപ്പോൾ ഒരു വണ്ടിയിൽ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ഡോട്ടുകൾ വണ്ടി ഏത് ദിശയിലേക്ക് നീങ്ങുന്നോ അതേ സെയിം ഡയറക്ഷനിലേക്ക് ഇത് മൂവ്മെന്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കണ്ണിന് ഒരു ഫുൾ ആയിട്ടുള്ളൊരു സ്ക്രീനിൽ നിന്ന് അനുഭവപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തലവേദന വരുന്നതിനെ നല്ലപോലെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഫീച്ചർ കൊണ്ട് ഈസി ആയിട്ട് ആ ഒരു ടെൻഡൻസി ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. മൂന്നാമത്തെ സംഭവം എന്ന് വെച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമുക്ക് കോളുകൾ വരുന്ന സമയത്ത് 2 ടൈപ്പിലായിരിക്കും നമുക്ക് സ്ക്രീനുകൾ വരുന്നത്. ഈ 2 തരത്തിലുള്ള സ്ക്രീനുകൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും ഡിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷനും, അതുപോലെ തന്നെ രണ്ടാമത് വരുന്ന ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ സ്ലൈഡ് ചെയ്ത് കോൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനും കൂടാണ് നമുക്ക് വരുന്നത്. ഇങ്ങനെ ഒന്നാമത്തെ ആ ഒരു നമുക്ക് അക്സെപ്റ്റ് ആൻഡ് ഡിക്ലൈൻ ഓപ്ഷൻ വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ അൺലോക്ക് ആയിട്ടിരിക്കുന്ന സമയത്താണ്. അതേപോലെ തന്നെ ഈ ഒരു സ്ലൈഡ് ഓപ്ഷൻ വരുന്നത് നമ്മുടെ ഫോൺ ലോക്ക് ആയിരിക്കുന്ന സമയത്ത്, നമ്മൾ ബാഗിലോ അല്ലെങ്കിൽ ഫോണിൽ പോക്കറ്റിലോ എവിടെയൊക്കെയാണ് ഫോൺ വെച്ചിരിക്കുന്നത് ആ സമയത്ത് ഫോൺ ലോക്ക് ആണെങ്കിൽ നമുക്ക് വരുന്ന എല്ലാ കോളുകളും നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. മെയിനായിട്ട് ഈ ഒരു ഫീച്ചറിന്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബാഗിലൊക്കെ വെച്ചേക്കുമ്പോൾ ഈ അക്സെപ്റ്റ് ആൻഡ് ഡിക്ലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പോലെ ആണെങ്കിൽ ജസ്റ്റ് കൈ കൊള്ളുവോ അല്ലെങ്കിൽ ഒരു ടച്ച് അതിൽ വരുവോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കോൾ ആൻസർ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഈ ലോക്ക് ആയിരിക്കുമ്പോൾ ബാഗിൽ അല്ലെങ്കിൽ പോക്കറ്റ് ഇരിക്കുമ്പോൾ ഒരു കോൾ വന്നു, ഈ സ്ലൈഡ് ചെയ്യുന്ന ഓപ്ഷൻ ആണെങ്കിൽ അത്രയും ഒരു മൂവ്മെന്റ് ആ ഒരു സ്ലൈഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കോള് ആൻസർ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അൺവാണ്ടഡ് ആയിട്ട് നമ്മുടെ കോളുകൾ അറിയാതെ അക്സെപ്റ്റ് ആവുക അല്ലെങ്കിൽ ഡിക്ലൈൻ ആവുന്നത് ചെയ്യുന്ന ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫീച്ചർ കൊണ്ട് സാധിക്കും. അപ്പൊ അടുത്തൊരു